പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. അമ്മിണിയും കിങ്ങിണിയും ഈ കഥ കേട്ടാലോ? കിങ്ങിണി, ഒന്ന് വേഗം വാ, എനിക്ക് സ്പോർട്സ് പ്രാക്ടീസ് ഉള്ളതാ. അമ്മിണി ഉറക്കെ വിളിച്ചു. അമ്മിണി മുയലും കിങ്ങിണി മുയലും മുയലാരം മുക്ക് സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അടുത്തടുത്ത മാളങ്ങളിൽ താമസവും. അമ്മിണി ഓട്ടത്തിലും ചാട്ടത്തിലും കളികളിലുമെല്ലാം ഒന്നാമതാണ്. കിങ്ങിണിക്ക് വലത് കാലിന് സ്വാധീനക്കുറവുള്ളതുകൊണ്ട് അമ്മിണിക്കൊപ്പം ഓടിയെത്താൻ സാധിക്കാറില്ല. വലത് കൈക്കും ചെറിയ പ്രശ്നമുണ്ട്. അമ്മിണി കൂട്ടുകാരിയുടെ കാര്യം ശ്രദ്ധിക്കുമെങ്കിലും സ്പോർട്സ് പ്രാക്ടീസിന് വൈകാൻ അവൾ തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. കിങ്ങിണി പെണ്ണേ കൂട്ടുകാരി, ഒന്നിങ്ങു വേഗം നടന്നുവായോ, ചില്ലാരങ്കാട്ടിലെ മൈതാനത്തിൽ ഇന്നാണു കാട്ടിലെ ഓട്ടമേള. കൂട്ടുകാരി തിരക്ക് പിടിപ്പിക്കുമ്പോൾ കിങ്ങിണി ഒരുവിധം അവൾക്ക് പുറകെ ഓടിയെത്തും. കായികമേള കഴിഞ്ഞപ്പോൾ കലാമേള വന്നു. അമ്മിണിക്ക് കാല തൊട്ടു തീണ്ടിയിട്ടില്ല. കിങ്ങിണിയും ഒന്നിനും പങ്കെടുക്കാറില്ല. അമ്മിണി അവളെ നിർബന്ധിച്ച് ചിത്രം വരയിൽ ചേർത്തു. കിങ്ങിണിക്കുട്ടി കുഞ്ഞിപ്പെണ്ണേ, നല്ലൊരു ചിത്രം വരയ്ക്കണം നീ. നാളെ നീയാവട്ടെ നമ്മുടെ ഈ കാടിൻ്റെ ഓമന ചിത്രകാരി. അയ്യോ, ഞാനില്ല, എനിക്ക് വരയ്ക്കാനൊന്നും അറിയില്ല. കിങ്ങിണി മടിച്ചു. അമ്മിണി അച്ഛനോട് പറഞ്ഞ് ചായവും വരയ്ക്കാനുള്ള കടലാസുകളും കൊണ്ടുവന്ന് കൊടുത്തു. അവൾ തന്നെ അമ്മിണിയുടെ പേര് കൊടുക്കുകയും ചെയ്തു. കലാമേളയിലെ ചിത്രരചനാ മത്സരത്തിന് വിഷയം കൊടുത്തു നിറമുള്ള സ്നേഹം. കിങ്ങിണി തൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹം കടലാസിലേക്ക് പകർത്തി. പിറ്റേ ദിവസം കലാമേളയുടെ പ്രധാന വേദിയിൽ ചിത്രരചനയുടെ റിസൾട്ട് വായിച്ചു. ചിത്രരചനാ മത്സരം 1-ാം സ്ഥാനം കിങ്ങിണി മോൾ PK. വർണ്ണക്കൂട്ടുകൾ കൊണ്ട് ഇന്ദ്രജാലം തീർത്ത കൊച്ചുമിടുക്കി കിങ്ങിണിയുടെ ചിത്രം നിങ്ങൾക്ക് കാണാൻ പാകത്തിന് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും ആ ചിത്രം നോക്കണം. സ്കൂൾ നോട്ടീസ് ബോർഡിന് സമീപം പ്രദർശിപ്പിച്ച ആ ചിത്രം കണ്ടവരുടെ എല്ലാം മനം കുളിർത്തു. വലിയൊരു പുൽത്തകിടിയിൽ കിരീടം വച്ച് ഓടി മുന്നേറുന്ന ഒരു മുയൽക്കുട്ടി, അവളെ പ്രോത്സാഹിപ്പിച്ച് കൈയടിക്കുന്ന മറ്റൊരു മുയൽ. രണ്ടുപേരും സ്നേഹത്തോടെ പരസ്പരം നോക്കുന്നു. വ്യത്യസ്തതയാർന്ന ചിത്രം കണ്ട് അമ്മിണി ഓടിയെത്തി കൂട്ടുകാരിയെ കെട്ടിപ്പിടിച്ചു. കിങ്ങിണിക്കുട്ടി, ഉമ്മ, ചക്കര ഉമ്മ. അവൾ കൂട്ടുകാരിയെ കെട്ടിപ്പുണർന്നു. രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞു. ചുവരിലെ ചിത്രം അവരെ നോക്കി പുഞ്ചിരിച്ചു.